KPCC പ്രസിഡന്റ് ലഭിച്ചിരിക്കുന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ഫെനിയാണ് ഇയാളെ അവിടെ എത്തിച്ചത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഇരയുടെ കൂടി മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും കേസിലെ ഫെനിനെ ഉൾപ്പെടെ പ്രതി ചേർക്കുന്ന കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. എന്തായാലും ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല. പക്ഷേ അങ്ങനെ അറസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ ഇന്ന് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ രാഹുൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാദമാണ് ഉന്നയിക്കുന്നത്. ഇര എവിടെ എന്നുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ആ ഇരയെ ഇതുവരെയും വന്നിട്ടില്ല, പരാതി വന്നിട്ടില്ല, അതായത് പോലീസിന് നേരിട്ടൊരു പരാതി ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു രീതിയിൽ ലഭിച്ചിരിക്കുന്ന പരാതിയാണ് ഇപ്പോൾ ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അന്വേഷണ സംഘവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അത്തരത്തിൽ ഒരു ഇരയുണ്ട്, സംഭവം ഉണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുമായി സംസാരിക്കുന്നത്. അതിനുശേഷം പെൺകുട്ടി ആ സമയത്ത് ബംഗളൂരുവിലായിരുന്നു. തുടർന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് നമുക്ക് ഭാവി കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. ഞാൻ അറിയപ്പെടുന്ന ഒരാളാണെന്നുള്ളത് നമ്മൾ ഒരു പുറത്ത് സ്പേസിൽ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ വരും, അത് ഒരു തടസ്സമാവും, സംസാരത്തിനൊക്കെ തടസ്സമാവും. അതുകൊണ്ട് ഒരു സ്പേസിലേക്ക് നമുക്ക് ഒരിടത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ ഒരു സ്റ്റേ സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ എത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ ക്രൂര ബലാത്സംഗം ചെയ്യുമായിരുന്നുവെന്നാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിന്റെ തെളിവുകളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാര്യത്തിൽ പ്രോസിക്യൂഷൻ എന്ത് നിലപാട് എടുക്കും എന്നുള്ളതാണ്, എന്തെല്ലാം തെളിവുകൾ നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിജോ, ഈ പെൺകുട്ടിയിൽ നിന്നും അന്വേഷണ സംഘം ശേഖരിച്ച വിവരത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ ഫെനിയെ പ്രതി ചേർത്തിട്ടില്ല എന്ന് പറയുന്നു. ഫെനിയെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പെൺകുട്ടി നൽകിയിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ഈ പരാതിയിൽ ഫൈനയുടെ ബന്ധത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടുത്തേക്ക് ഈ പെൺകുട്ടിയെ എത്തിച്ചത് ഇയാളാണ്. ഇവിടെ ഏതെങ്കിലും പുറത്തെഴുതിയ സ്പേസിൽ വെച്ച് സംസാരിക്കാം എന്ന് പെൺകുട്ടി പറയുമ്പോൾ രാഹുലാണ് പറയുന്നത് അത് വേണ്ട, ഞാൻ എല്ലാവരും അറിയുന്ന ആളാണ്, ഓൾമോസ്റ്റ് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെ ആളുകൾ അറിയും, നമുക്കൊരു സ്വസ്ഥമായി ഫ്രീ ആയി ഇരുന്ന് ഒരിടത്തും ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് വരും എന്ന് അവർ വന്ന് കൂട്ടിക്കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളാണ് ഈ യുവതിയെ കാറിൽ കയറ്റിക്കൊണ്ടുവരുന്നത്. ഇയാളുടെ കാറിലാണ് വരുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടുത്ത് എത്തിക്കുന്നു. അവിടെ വെച്ച് പീഡനം നടക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ച് മൊഴിയൊക്കെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമാണ് ഇയാളുടെ പങ്കിനെക്കുറിച്ച് ഒരു സ്ഥിരീകരണം കൃത്യമായി നൽകാൻ സാധിക്കുകയുള്ളൂ. മൊഴി എടുത്തതിന് ശേഷം ഇയാൾക്കെതിരെ എന്തെല്ലാം വകുപ്പുകൾ ചുമത്തണം എന്ന് തീരുമാനിച്ച് തുടർ നടപടികളിൽ പോകും. ഇനി മറ്റാരുടെയെങ്കിലും സഹായം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സംഭവമായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി പ്രതിയേർക്കാൻ വേണ്ടി അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ലഭിച്ചിരിക്കുന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു FIR ഇടുകയും രാഹുലിനെ മാത്രം പ്രതിയാക്കുകയും ചെയ്തിരിക്കുന്നത്. ബലാത്സംഗ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്, ബലാത്സംഗ കേസാണ് ചുമത്തിയിരിക്കുന്നത്. ഇനി ഈ പെൺകുട്ടി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ രാഹുലിനെതിരെ ചുമത്താനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ ഇതിന്റെ നടപടികൾ ഇപ്പോൾ ആദ്യത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു. ഇപ്പോൾ ഈ വാർത്തകളിലൊക്കെ പുറത്തു വരുന്ന ഒരു അവസരത്തിൽ രണ്ടാമത്തെ ജാമ്യാപേക്ഷയിൽ എന്ത് വിധി വരാനാണ് സാധ്യത കാണുന്നത്? അത് കേസ് നമ്മൾ ഈ കേസിന്റെ ഒരു മെറിറ്റിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ കേസിൽ ബലാത്സംഗം ചുമത്തി എന്ന് പറയുമ്പോൾ രാഹുൽ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ കേസ് ഈ പരാതി നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഉഭയസമ്മതമായ പ്രകാരമുള്ള ഒരു ശാരീരിക ബന്ധമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി പരിചയപ്പെടുന്നത് ബംഗളൂരുവിലുള്ള സമയത്താണ്. അതിനുശേഷം വിവാഹ വാഗ്ദാനം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നു. തുടർന്ന് പെൺകുട്ടി നാട്ടിലേക്ക് വരുമ്പോഴാണ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പ്രലോഭിച്ച് വിളിച്ചു കൊണ്ടുവരിക. തുടർന്ന് ഒരു ഹോട്ടൽ, ഒരു സ്റ്റേ സൗകര്യത്തിൽ, ഹോം സ്റ്റേയിൽ എത്തിച്ച് അവിടെ വെച്ച് പീഡനം നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ കേസിൽ ഉഭയസമ്മത പ്രകാരമാണെന്ന് പറയുമ്പോൾ ഈ കേസിൽ ബലാത്സംഗം ചുമത്തിയിരിക്കുന്നത് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കും. ആ കേസിൽ നോക്കും. കാരണം ഇത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു വരുത്തുകയും മുറിയിലെത്തിച്ചതിന് ശേഷം ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നേരത്തെ ഉണ്ടായിരുന്ന ആ കേസിലെ ബലാത്സംഗം ചുമത്തിയതിനേക്കാൾ
കുറച്ചുകൂടി സ്ട്രോങ് ആയി നിലനിൽക്കുന്നതാണ് ഈ കേസിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതുവരെയും ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. മൊഴി രേഖപ്പെടുത്തി മറ്റു തുടർ നടപടികളിലേക്ക് പോകുമ്പോൾ മാത്രമാണ്